Hi guys, welcome back to my YouTube channel പവിഴം വൈബ്സ്. ഇന്ന് ഓണമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സദ്യ കഴിക്കാം, പുതിയ ഉടുപ്പുകളൊക്കെ ഇടാം, എവിടെയെങ്കിലൊക്കെ പോകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. സോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. വെരി ഹാപ്പി ഓണം ടു ഓൾ. ആൻഡ് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിപാടികൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞങ്ങൾ ഇന്നലെ രാത്രി അത്തം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ, ഇത് വയനാടാണ്, ഞങ്ങളുടെ നാട്ടിൽ തലേദിവസം രാത്രിയിൽ അത്തപ്പൂക്കളം ഇട്ട് വെക്കും. അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ അത്തപ്പൂക്കളം ഇട്ട് വെക്കും. പിറ്റേ ദിവസം, അതായത് പുലർച്ചെ മാവേലി കാണാൻ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മളത് ഇട്ട് വെക്കും. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാം സെറ്റ് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തപ്പൂക്കൾ ഇട്ടത് കാണിച്ചു തരാം, ബാ. ഓക്കെ, പിന്നൊരു കാര്യം, ഞാൻ മുടിയൊന്നും കിട്ടിയിട്ടില്ല, മുഖത്ത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, വളരെ നാച്ചുറലായിട്ടിരിക്കുന്നതാണ്. എന്താ പറയുക, അതൊക്കെ വഴിയേ വരും. നമുക്ക് നമ്മുടെ വീട്ടിലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ കുളിക്കണം, വേഗം കുളിക്കണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം സദ്യ എല്ലാം കഴിക്കണം. സദ്യൻ്റെ വിചാരമുള്ളൂ അല്ലേ? നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ എന്താ എപ്പോൾ നോക്കിയാലും സദ്യ മെയിനാണ്. കാരണം നമുക്ക് ഈ ഓണം, വിഷു, അങ്ങനെ ആണ്ടിലൊരിക്കൽ എന്ന് പറയാറില്ലേ, അങ്ങനെയൊക്കെ ഈ സദ്യ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനോടൊരു പ്രത്യേക ഇതാണ്. ഓക്കെ, സോ എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങളാരും പേടിച്ച് ഓടരുത്. ഇതെൻ്റെ ഒറിജിനൽ കോലമല്ല, ഇങ്ങനെയല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇരുന്നിട്ട് ഇട്ടതാണ്. എന്നിട്ട് ബാക്കി പൂക്കളം വെച്ചിട്ട് ഇവിടെ ഒരാൾ കുഞ്ഞി അത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുക്രു, ഹാപ്പി ഓണം. ഓക്കെ, കുക്രുവിനെ അത്തത്തിൻ്റെ അടുത്ത് കിടത്തി. ഇനി അടുക്കളയിലേക്ക്, അവിടെയാണുള്ള പരിപാടിയുള്ളത്. നമുക്ക് നോക്കിയിട്ട് വരാം. വീഡിയോ ഉള്ളിക്കറിക്കാ അമ്മ അച്ചായി പറഞ്ഞിട്ട് അച്ചായി ഫോണിലേക്ക് നോക്കുക. അച്ചായി പറഞ്ഞത് കേട്ടോന്ന്. ഇങ്ങനെ ഇളക്കി ഇതിന്റെ പാവമുണ്ട്, ആ പാവത്തിന് ഉണക്കി നറുത്തെടുക്കണം. നല്ല കരിഞ്ഞു പോയത്. അടുത്തത് ഉള്ളിക്കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുക്കളയിലായിട്ടുള്ളത് എന്തൊക്കെയാണ്? നല്ല പന്നിക്കറി, പോർക്ക്, മോര് കറി, മീൻ പറ്റിച്ചത്, പിന്നെ മീൻ ഐറ്റം സാമ്പാർ, cabbage ഉപ്പേരി, ഇതെന്താണോ നോക്കാം. സാദാ തൈര്, അച്ചാറ്, ഇത്രയും ആയിട്ടുണ്ട്. ഇത്രയും വിഭവങ്ങളാണ് ആയിട്ടുള്ളത്. ഇനി എന്താ പറയുക, ഉള്ളിക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറി ഷോ ചാനൽ, കുക്കറി ഷോ ആണ് എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം പോകുന്നത്. ഇല്ലെങ്കിൽ അച്ചായി ബാക്കിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇപ്പം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മുഖമെല്ലാം നോക്കിക്ക് ആകെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇടുമ്പിച്ചിരിക്കും പോലെ ഇരിക്കുകയാണ് മുഖമെല്ലാം. ഞങ്ങൾ സാധാരണമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട്
അമ്മമ്മ വീട്ടിൽ പോകുമെന്ന് തോന്നുന്നു. വേറെ ആരും പ്രത്യേകിച്ച് ഗസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താ പറയുക യെസ്. അപ്പോൾ ബാക്കി പരിപാടികൾ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. പോട്ടെ. ഗൈസ്, ഞങ്ങൾ പായസത്തിൻ്റെ മിക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. നമ്മൾ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാണ്ട് എൻ്റെ ഒരു അനിയനുണ്ട്, പുള്ളിക്കാരന് അത് പറ്റത്തില്ല, സേമിയ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടൗണിൽ പോയിട്ട്, ടൗണിലല്ല ഞങ്ങളുടെ ചെറിയൊരു ടൗൺ കബിനേരി, അവിടെ പോയിട്ട് സേമിയാൻ്റെ കിറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള. അവനവിടെ കടയിൽ പോയിട്ടുള്ള, ഞാനവിടെ വണ്ടി സൈഡാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ഇലയെല്ലാം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 5 പേർക്കുള്ള ഇലയും ഓരോരോ ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ചോറില്ല എന്ന് പറയേണ്ടത് ചോറുണ്ട്. ഇനി പായസം വരാനുണ്ട് കേട്ടോ. കണ്ണാ, ഓണം ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. രസമുണ്ടോ? അടിപൊളിയാണോ? പറ, വാ തുറന്ന് പറ. അടിപൊളി. ഇപ്പൊ നമ്മള് ചേകാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടാണ്, ഫുള്ള് കാടാണ്. കാടെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഇതെന്താ കണ്ട സാധനം? തേക്കാ. തേക്കും തോട്ടം പോലത്തെ ഒരു സ്ഥലം. എന്താന്ന് നോക്കി, കാട് തന്നെ എന്നും പറയാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചേകാടി പാലത്തിലെത്തിയിരിക്കുകയാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ അമ്മമ്മ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അച്ഛയൊന്നും നിങ്ങൾ കേൾക്കൂല, കാരണം ഇവിടെ എല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും കേൾക്കൂല. ഇവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ചു, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം ഇന്നത്തെ ഓണം, ഈ വർഷത്തെ ഓണം അടിപൊളിയായിരുന്നു, ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു. അച്ഛൻ പറയട്ടെ, മിണ്ടിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ നേരത്ത് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി തന്നു, ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. സോ നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വന്നു. ഓക്കെ, അപ്പം അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തി, ഫുഡെല്ലാം കഴിച്ചു, ഉറങ്ങാൻ പോവാണ്. അപ്പം അങ്ങനെ 2K24ൻ്റെ ഓണം ഇവിടെ കഴിഞ്ഞു. എനിവേസ്, എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം. ഇനിയും എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് സന്തോഷമുള്ളതാവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ.